കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാജി എന്ന് മേയർ പറഞ്ഞു. സിപിഎം മുന്നണി ധാരണ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് സിപിഐ അംഗങ്ങൾ സ്ഥാനങ്ങൾ ഒഴിഞ്ഞിരുന്നു. രാജി സമർപ്പിക്കൽ ചടങ്ങിൽ നിന്ന് സിപിഐ അംഗങ്ങൾ വിട്ടുനിന്നു. അതിനെ സംബന്ധിച്ച് എൻ്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചതിന് മറുപടി വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ താമസം വന്നു എന്ന് പ്രചരണത്തിനും ഉള്ള മറുപടി ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയെ സംബന്ധിച്ചോ മറ്റോ ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞാൽ ഉടനെ രാജി 4:30 നമ്മൾ രാജി സെക്രട്ടറിക്ക് സമർപ്പിക്കും. ലിജോ റോളൻസ് കൊല്ലത്ത് ഇന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ലിജോ, കൊല്ലത്ത് സിപിഐ അംഗങ്ങൾ നേരത്തെ തന്നെ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആളുകൾ രാജി സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഫെബ്രുവരി 10 തീരുമാനമുണ്ടാകുമെന്ന് നേരത്തെ പ്രസന്ന ഏണസ്റ്റ് പറഞ്ഞതുമാണ്. ഇപ്പോൾ രാജിയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? സ്നേഹ, ഏറെ അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഇതാ കൊല്ലം മേയറായിട്ടുള്ള പ്രസന്ന ഏണസ്റ്റും രാജി സമർപ്പിച്ചിരിക്കുന്നുള്ളത്. നേരത്തെ അറിയിച്ചിരുന്നത് ഫെബ്രുവരി 5 തന്നെ ഈ മേയർ സ്ഥാനം ഒഴിയുമെന്നുള്ളൊരു കാര്യമായിരുന്നു മുന്നണി ധാരണ പ്രകാരം CPIയെ അറിയിച്ചിരുന്നത്. പക്ഷേ അതുണ്ടാകാതെ വന്നതോടെയാണ് CPI അംഗങ്ങൾ അവർക്ക് ഇവിടെ അതായത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം 2 സ്ഥിരം വികസന സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചത്. ആ സമയത്ത് മേയറോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഫെബ്രുവരി 10 കൗൺസിൽ യോഗത്തിന് ശേഷം രാജി സമർപ്പിക്കുമെന്നാണ് അറിയിച്ചത്. അപ്രകാരം ഇപ്പോൾ കൗൺസിൽ യോഗം കഴിഞ്ഞു. അതിനുശേഷം രാജി സമർപ്പിച്ചിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷന്റെ സെക്രട്ടറിക്ക് മുന്നിലാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ കൊല്ലം കോർപ്പറേഷന്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് മേയറുമില്ല, ഡെപ്യൂട്ടി മേയറുമില്ല എന്നുള്ളൊരവസ്ഥയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയല്ല ഉണ്ടാകാറ്. ആദ്യഘട്ടത്തിൽ മേയർ സ്ഥാനം രാജിവെക്കും. അങ്ങനെ വരുമ്പോൾ 1-2 ആഴ്ച വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് എടുക്കും. ആ സമയത്ത് ഡെപ്യൂട്ടി മേയർ ആയിരിക്കും ആ മേയറുടെ ചുമതല വഹിക്കുന്നത്. അങ്ങനെയാണ് ഈ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ മേയറുമില്ല, പ്രതിഷേധ സൂചകമായി ഡെപ്യൂട്ടി മേയറും സ്ഥാനം ഒഴിഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് ഈ സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകുമാരി ആയിരിക്കും മേയറുടെ പകരം ചുമതല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇതാ ഈ അവരെല്ലാം തന്നെ ഈ ഔദ്യോഗികമായി അവരുടെ കാര്യങ്ങളെല്ലാം ഈ യാത്രയെ പോലെ, അതായത് ഈ യോഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം രാജി സമർപ്പിച്ചതിന് ശേഷം അവരിപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുകയും ചെയ്യുന്നത്. മേയർ അതായത് ഏകദേശം ആദ്യ 5 വർഷമാണ്, അതിൽ 4 വർഷവും 2 മാസവും ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു രാജി ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇനി വരുന്ന ഏകദേശം 10 മാസം വരുന്ന ഒരു സമയത്തായിരിക്കും ആ സ്ഥാനത്തേക്ക് CPIയുടെ ഒരു അംഗം വരിക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള ഹണി ബെഞ്ചമിൻ ആയിരിക്കും കൊല്ലം കോർപ്പറേഷന്റെ മേയറാകാനുള്ള സാധ്യത എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേയർ അതായത് ഔദ്യോഗികമായി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ അവരിപ്പോൾ യാത്രയപ്പ് നൽകാൻ ഏകദേശം 4 വർഷത്തിലധികം ഉള്ള സമയം അവിടെ അവരോടൊപ്പം പ്രവർത്തിച്ച മേയറെ അവർ യാത്രയാക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ ഡിസംബറിലായിരിക്കും ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുക. അതിനു മുൻപ് ഈ സ്ഥാനങ്ങളെ രാജിവെച്ചു, രാജി അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം മേയർ ഇപ്പോൾ പുറത്തേക്ക് വന്ന് ഈ എല്ലാവരുമായിട്ട് കാണുകയാണ്. മേയർ അപ്പോൾ മുൻ മേയർ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതാണ് മുൻ മേയർ എന്ന് പറയുന്നത് ഇവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് കുടുംബശ്രീ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട്. അപ്പൊ ഇവരിൽ ഒരാളെ പ്രവർത്തകയായിട്ട് ഇവരോടൊപ്പം ഞാൻ കാണും. രണ്ടാമത്തെ വട്ടമാണ് മേയറായി. അതിപ്പോ ഇനിയൊരു 10 മാസം കാലാവധി കൂടെ ഉണ്ട്. എന്താണ് അപ്പോ ആകെ വൈകാരികമായ ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു? ഇല്ല, വൈകാരികമായിട്ട് അവസ്ഥയില്ല. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇനി കൂടുതൽ ശക്തിമത്തായി തന്നെ ഇവരോട് കാണും. അതുപോലെ തന്നെ പോരാട്ടങ്ങളിൽ, സമരമുഖങ്ങളിൽ ഇവരോടുള്ള ഏത് പ്രവർത്തനങ്ങളും കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡി മെമ്പർ കൂടിയാണ്. മേയർ എന്ന നിലയിൽ ഗവേണിംഗ് ബോഡി മെമ്പർ കൂടിയാണ്. അപ്പോൾ ആ തരത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പാർട്ടി പറഞ്ഞു കൃത്യസമയത്ത് രാജിവെച്ചു, അങ്ങനെയാണ് പാർട്ടിയുടെ തീരുമാനം നിറവേറ്റി. മേയർ അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി തന്നോട് രാജിവെക്കാൻ പറഞ്ഞു, ആ തീരുമാനം താൻ കൃത്യമായി നിറവേറ്റുകയും ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം 2-3 ആഴ്ച കാലത്തോളം കാത്തിരിക്കേണ്ടി വരും ആരായിരിക്കും അടുത്ത മേയർ, ഡെപ്യൂട്ടി മേയർ എന്നുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി. സ്നേഹ, ശരി.